JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തൊഴിൽ വീതിയിൽ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ സാധ്യതാ ലിസ്റ്റ് ചുരുക്കുമോ, ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ എന്ന് പറഞ്ഞ ഒരു വാർത്ത കാണാനിടയായി. അത് ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം കേരള ബാങ്കിലെ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് നടക്കുന്ന ആദ്യ PSC നിയമനത്തിന്റെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കെ മറ്റു തസ്തികകളിലേതുപോലെ ലിസ്റ്റ് വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ PSC ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലിസ്റ്റിന്റെ 3 വർഷ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒഴിവ് കൂടി കണക്കാക്കി ലിസ്റ്റിൽ വേണ്ടത്ര ആളുകളെ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷം ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ നടക്കുന്ന ആദ്യ PSC നിയമനമാണിത്. ആദ്യ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ കുറയുന്നത് പരീക്ഷ എഴുതിയവർക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ 207 ഒഴിവ് കേരള ബാങ്ക് PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ സഹകരണ ബാങ്ക് നിയമനം അവസാനിപ്പിച്ചതിനാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകളും വിരമിക്കൽ NJD ഒഴിവുകളും പ്രതീക്ഷിത ഒഴിവും കണക്കാക്കിയാൽ 1500-ലേറെ ഒഴിവ് ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴേക്ക് ഈ ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്യും. ഇതിന് ആനുപാതികമായ റാങ്ക് ലിസ്റ്റിൽ ആളില്ലെങ്കിൽ കാലാവധി പൂർത്തിയാകാതെ ലിസ്റ്റ് അവസാനിക്കാൻ ഇടയാകും. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ തന്നെയാകും സഹകരണ വകുപ്പിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുക. അതിനാൽ NJD ഒഴിവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ച് ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ PSC തയ്യാറാകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ഒഴിവുകൾ വരാനിരിക്കെ ലിസ്റ്റ് ചുരുക്കിയാൽ പിന്നീട് അത് ലിസ്റ്റ് ക്യാൻസൽ ആകാനുള്ള ഇടയാകുകയും പിന്നീട് വീണ്ടും പരീക്ഷ നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതിനാൽ ലിസ്റ്റ് ചുരുക്കരുത് എന്നൊരു ആവശ്യത്തിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ എത്തിച്ചേരുന്നത്. അപ്പോൾ സാധ്യത ലിസ്റ്റ് ചുരുക്കാതിരിക്കുന്നതിനുള്ള വേണ്ട നടപടികളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ ഒരു കാരണവശാലും സാധ്യതാ ലിസ്റ്റ് ചുരുക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളോട് ഓൾറെഡി സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊന്നും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.